അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ IPL സീസൺ 19 മാച്ച് നമ്പർ 30. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടത്തിന് ടോസ് വീഴുമ്പോൾ അന്തരീക്ഷത്തിൽ നിറയെ മുംബൈ ടീമിനുള്ളിലെ പടല പിണക്കങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളായിരുന്നു. എന്നാൽ മത്സരം അവസാനിച്ചപ്പോഴേക്ക് എല്ലാ അഭ്യൂഹങ്ങളും കാറ്റിൽ പറത്തി ഇതാ വൺ ഫാമിലി എന്നത്തെയും പോലെ തിരിച്ചു വന്നിരിക്കുന്നു. ദി ഗ്രേറ്റ് കംബാക്ക് വിത്ത് ദി ഗ്രേറ്റ് വിൻ. ടോസ് നേടി ഫീൽഡിംഗ് തിരഞ്ഞെടുത്ത GT ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനെ ശരിവെക്കുന്നതായിരുന്നു മുംബൈയുടെ തുടക്കം. രണ്ടാം ഓവറിൽ തന്നെ കാഗിസോ റബാഡയുടെ പന്ത് ദാനിഷ് മൽവാർ എന്ന യുവതാരത്തിന്റെ വിക്കറ്റ് തെറിപ്പിക്കുന്നു. തൊട്ടടുത്ത ഓവറുകളിൽ ഡീകോക്കിനെയും സൂര്യകുമാർ യാദവിനെയും മടക്കി റബാഡ വൻ പ്രഹരമേൽപ്പിക്കുന്നു. സൂര്യയുടെ കുറ്റി തെറിപ്പിച്ച 152 km/h വേഗതയിൽ വന്ന പന്ത് ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ച പന്തായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അവിടെ നിന്നാണ് നമാൻധീറിനെയും ഹർദിക്കിനെയും കൂട്ടുപിടിച്ച് തിലക് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. 45 പന്തിൽ 7 സിക്സറും 8 ഫോറുകളും അടക്കം 101 റൺസ് നേടിയ തിലക് പല കാരണങ്ങളിൽ അസ്വസ്ഥത നിറഞ്ഞ മുംബൈ ക്യാമ്പിനെ കൂടിയാണ് ശാന്തമാക്കിയത്. നമാൻധീറിന്റെ 45 റൺസ് കൂടി ചേർന്നപ്പോൾ 20 ഓവറിൽ 199 റൺസാണ് മുംബൈ നേടിയത്. തന്നിൽ ഇപ്പോഴും ഒരു തരിക്കനൽ ബാക്കിയുണ്ടെന്ന് തിലക് വർമ്മ കാണിച്ചു തന്ന ഇന്നിംഗ്സ്. കഴിഞ്ഞ മത്സരങ്ങളിലെ മോശം ഫോം കാരണം ഇനിയുള്ള ഇന്ത്യൻ സീരീസിൽ തിലകിനെ മാറ്റി നിർത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടക്കാണ് താൻ ഇവിടെ തന്നെയുണ്ടെന്ന പ്രഖ്യാപനവുമായി തിലക് വരുന്നത്. ഗുജറാത്ത് ബാറ്റിംഗ് ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ തന്നെ കണ്ടത് ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ നിന്ന് ഒരു വിക്കറ്റ് പോലും ഇല്ല എന്ന് മാത്രമല്ല, റൺസും ഒരുപാട് വിട്ടുകൊടുത്ത ബുംറ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് നേടുന്നു. ആകെ 3 ഓവർ എറിഞ്ഞ താരം 15 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തതും. ഇമ്പാക്ട് പ്ലെയറായി എത്തിയ അശ്വനി കുമാർ 4 വിക്കറ്റുകളും നേടിയപ്പോൾ ഗുജറാത്ത് ബാറ്റർമാർ എളുപ്പത്തിൽ കൂടാരം കയറി. അശ്വിനിയുടെ സീസണിലെ ആദ്യ മത്സരം കൂടിയായിരുന്നു ഇത്. അല്ലാഹ് ഗസൻഫറും മിച്ചൽ സാൻഡറും 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ ഗുജറാത്തിന്റെ മറുപടി 100 റൺസിൽ അവസാനിച്ചു. 99 റൺസിന്റെ വിജയമാണ് മുംബൈ രുചിച്ചത്. 26 റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദർ ആയിരുന്നു GTയുടെ ടോപ്പ് സ്കോറർ. ഈ വിജയത്തോടെ മറ്റൊരു കൗതുക കണക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കറങ്ങിക്കിടപ്പുണ്ട്. അത് ഇതാണ്: 2013 ആദ്യ 6 മത്സരങ്ങളിൽ 3 തോറ്റ് പിന്നെയുള്ള 13-ൽ 10 ജയിച്ചാണ് മുംബൈ ചാമ്പ്യന്മാരാകുന്നത്. 2014 ആദ്യ 5 മത്സരവും തോറ്റ് പിന്നീടുള്ള 10-ൽ 7 ജയിച്ച് എലിമിനേറ്റർ വരെ എത്തി. 2015 ആദ്യ 6 മത്സരങ്ങളിൽ 5 തോറ്റ് പിന്നെയുള്ള 10-ൽ 9 ജയിച്ചാണ് മുംബൈ ചാമ്പ്യന്മാരാകുന്നത്. 2025 ആദ്യ 5-ൽ 4 തോറ്റ് പിന്നീടുള്ള 11-ൽ 8 ജയിച്ച് ക്വാളിഫയർ 2 വരെ എത്തി. 2026 അത് ആവർത്തിക്കുമോ? മുംബൈയുടെ മറ്റൊരു കംബാക്ക് ലോഡിംഗ് ആണോ? കാത്തിരുന്നു കാണാം.